ഹലോ ഗൈസ്. അപ്പം ഇന്നൊരു വെറൈറ്റിക്ക് ഇവിടെ നമുക്ക് കുളിപ്പിക്കുക, കഴിപ്പിക്കുക തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ കുളിപ്പിക്കാൻ ഇവിടെ ഞാൻ നടക്കുന്ന ഒരു ടാപ്പുണ്ട്. ബക്കറ്റ് വെക്കാം. ഓണയിക്കോ ഞാൻ ഗൈസ് വെള്ളമായി. ഇതാണ് കൊച്ചിനെ കുളിപ്പിക്കാനായിട്ടുള്ള കപ്പ്. നമുക്ക് കപ്പില് കൊച്ചിനെ കുളിപ്പിക്കാം. കപ്പില് വെള്ളം കോരിയെടുത്ത് കൊച്ചിനെ കുളിപ്പിക്കാം. ഓക്കെ, എന്നിട്ട് ഒന്നു ഞാരിയാ. ഓക്കെ, ദേഹത്തൊക്കെ വെള്ളം ഒഴിച്ചു. മുഖത്ത് കയ്യിൽ ഇച്ചിരി എടുത്ത് ഒഴിക്കാം, കപ്പോടെ എടുത്ത് ഒഴിക്കണ്ട. ഒഴിച്ചു. അടുത്തത് കൊച്ചിൻ്റെ സോപ്പ് എന്ത് ചെയ്യും? കൊച്ചിൻ്റെ ഏതോ ഒരു കമ്പനിയുടെ സോപ്പാണ്. ഓക്കെ, ഇനി ഒന്നുകൂടെ മുഖം കഴുകാം. ഓക്കെ, ഇനി അടുത്തത് കൊച്ചിനെ തോർത്തണം. അല്ലെങ്കിൽ കൊച്ചിന് പനി പിടിക്കൂലേ? ഓൾറെഡി ചെറിയ പനിയുണ്ട്. ഓക്കെ, തോർത്തി. ഇനി കൊച്ചിന് പൗഡർ ഇടാം. ബേബി പൗഡറേ ചുമ്മാ ഒരു മനസ്സാണ്. കണ്ണടച്ചു കുടിച്ചോ, കണ്ണി പൗഡർ പോകും. ഓക്കെ, ചെറിയ പൊടിയായിട്ട് കിടക്കുന്നതിനൊക്കെ തോർത്ത് വെച്ച് ഒപ്പിവിടാം. ഇനി നമ്മൾക്ക് ഈ കുഞ്ഞു വാവയ്ക്ക് കണ്ണെഴുതാം. കുഞ്ഞു വെച്ചിന് കണ്ണെഴുതി കൊടുക്കുക. കണ്ണ് കിട്ടായിരിക്കും 2 കാക്കപ്പൊടി. നിന്റെ സ്ഥാനം ഇവിടെയാ, അവിടെ ഇരുന്നു. അടുത്തത് ഈ 5 വയസ്സുള്ള കുഞ്ഞു അവയെ ഫൗണ്ടേഷൻ ഇടിപ്പിക്കാം. ഇവിടെ ട്യൂഷൻ ടീച്ചർ ഇവിടെ വരുമെന്ന് പറഞ്ഞു. എന്നാണോ എന്തോ വരുന്നത്. അപ്പം വരുമ്പോൾ സുന്ദരിയാക്കണ്ടേ? ഇനി പപ്പ ഉണ്ട വരും, അതുകൊണ്ട് ഇപ്പോഴേ സുന്ദരിയാക്കി. ഇതാണ് കൊച്ചിൻ്റെ പാലും കുപ്പി. പാല് കൊടുക്കാം. കുടിച്ചോ. ഓക്കെ, ചോറ് കൊടുക്കാം. ചോറ്, കൊച്ചിൻ്റെ പാത്രം. കൊച്ചിവിടെ കിടന്നോട്ടോ. കൊച്ചിന് ബിരിയാണിയാണ് സ്പെഷ്യലാ. ഓക്കെ, പാത്രം നിറഞ്ഞു കഴിഞ്ഞു. ഇനി കുത്തി വരച്ച മീൻ. ഇവിടെ കറി കൊച്ചിന് ചോറ് കൊടുക്കാൻ. തട്ടിക്കളഞ്ഞേക്കല്ലേ, കഴിഞ്ഞ പ്രാവശ്യം തട്ടിക്കളഞ്ഞ ആളാണ്. ഇന്നലെ ചോറ് കൊടുത്തപ്പോൾ എൻ്റെ കൈ തട്ടിക്കളഞ്ഞു. അവളുടെ മെയിൻ പണി അതാണ്. അത് ഇച്ചിരി മീൻ തിന്നു. അയ്യോ, മീൻ തിന്നു. നമ്മളൊരു കാര്യം പറഞ്ഞു, മീൻ്റെ അകത്തോളം മുള്ളില്ലേ, അതെടുത്ത് കളയണ്ടേ? കൊച്ചിൻ്റെ തൊണ്ടയിലെ മീൻ കുടും. മീനല്ല, മീനിൻ്റെ മുള്ളു കൂടുന്നു. അപ്പോൾ സർജറിക്ക് ശേഷം മീനിൻ്റെ മുള്ളെടുത്ത് കളഞ്ഞു. ഇനി മീൻ കൊടുക്കാം. ഓക്കെ, സേഫായിട്ടുള്ള ഇവിടെ ഇരുന്നു കേട്ടോ. ചെരിഞ്ഞു പോലെ കൊച്ചെ
മുഖത്ത് വീഴിക്കല്ലെന്ന് ഞാൻ തുടക്കത്തിലേ പറഞ്ഞു കേട്ടോ. ഇപ്പം മുഖത്തല്ല, ദേഹത്ത് ഉച്ച വീഴിച്ചിട്ടുണ്ട്. അപ്പോൾ ചോറ് കഴിച്ചുകൊണ്ടിരുന്നതാണ്. തീറ്റപ്രാന്തി ആയതുകൊണ്ട് തൊഴാൻ പെട്ടെന്ന് ഇത്രയും തോർത്തു. ശരിക്കും തിന്നൂലാത്തതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കരയാതെ നോക്കുകയാണ്. അത് കളിപ്പാട്ടം. കഴിഞ്ഞ പ്രാവശ്യം കുളിപ്പിച്ച കളിപ്പാട്ടോ. പിടിച്ചോ, എനിക്ക് വേണ്ടി ഞാൻ നെഞ്ചത്ത് നോക്കും. ഓക്കെ, കൊച്ചിൻ്റെ ചോറിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. ചോറ് കഴിക്കാം, പാത്രം കഴുകണം. വെള്ളമൊക്കെ ആയി, അടുത്ത സിങ്കിൽ കളയാം. ഇനി തണുപ്പല്ലേ, ഡ്രസ്സ് ഇടിപ്പിക്കണം. ഡ്രസ്സെല്ലാം സെറ്റർ. അത് സെറ്റർ ആയിരിക്കും. സെറ്റർ പേടി വേണം. സെറ്ററിനും വേണ്ടി ഒരു പേടി. സ്റ്റെതസ്കോപ്പ് വെച്ച് ട്രൈ ചെയ്യാം. ആദ്യം പൊട്ടപ്പിക്കാം. കൈ കയറൂല, അതുകൊണ്ട് കൊച്ചിന് ബെൽറ്റാക്കാം. കുഞ്ഞേ തപ്പിക്കേറ്റിരുന്നു കേട്ടോ. കുറേ ദിവസമായിട്ട് എപ്പോൾ നോക്കിയാലും കരച്ചിലാണ്. ഒരു ദിവസം ഞാൻ നോക്കിയപ്പം ചെറിയ പനിയുണ്ട്. ഇവള് ഈ സ്റ്റെതസ്കോപ്പ് കണ്ട അപ്പം കിടന്നു കരയും. അപ്പം ഡോക്ടർ മരുന്ന് കുറിച്ച് തന്നു. സിറപ്പാണ്. അപ്പം ഇതാണ് കൊച്ചിൻ്റെ സിറപ്പ്. അപ്പം ആദ്യം നമുക്ക് പരിശോധിക്കാം. ടെലസ്കോപ്പ്? അതിന്റെ പേര് ടെലസ്കോപ്പ് അല്ല. ഓക്കെ, ടിക് ടിക് സൗണ്ട് ഉണ്ട്. കുഴപ്പമൊന്നുമില്ല, കുറുകലുണ്ട്. മരുന്ന് കൊടുക്കാം. ഇതാണ് മരുന്നിൻ്റെ അടപ്പ്. മരുന്നിൻ്റെ അടപ്പിലൊഴിച്ച് മരുന്ന് കൊടുക്കാം. ഓക്കെ, അപ്പം കൊച്ചിന് ഉറക്കത്തിൽ എന്നെ കൊടുത്താലും കഴിച്ചോളൂ. ഇത് മാത്രമല്ല, വേറെ ഒരു സാധനം കൂടി ഉണ്ട്. എന്താണെന്നറിയോ? ഈ കൊച്ചിന് പാലും കേക്കും മരുന്ന് കലക്കി കൊടുക്കണം. വെള്ളത്തിൽ കലക്കി കൊടുക്കേണ്ട മരുന്നുണ്ടേ, അത് കുടിപ്പിക്കാനാണ് ഏറ്റവും പാട്. സാരമില്ല, അത് കുടിപ്പിക്കാൻ കുറേ ടൈം എടുക്കും. നിങ്ങൾ കണ്ട് ബോറടിക്കും. അതുകൊണ്ട് എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ.